ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. യേശു ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. യേശു മനുഷ്യരൂപമെടുത്ത് ലോകത്തിൻ്റെ രക്ഷയ്ക്കായി, നാം ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിനായി എഴുന്നള്ളി വന്ന സാക്ഷാൽ ദൈവം. ആ ദൈവം വിസ്മയിക്കുന്ന ഒരു സന്ദർഭം, അതും ദൈവം തിരഞ്ഞെടുത്ത യഹൂദജനത്തിൽപ്പെട്ടവനല്ലാത്ത ഒരു മനുഷ്യനിൽ വിസ്മയിക്കുന്ന ദൈവം. 3.5 വർഷത്തെ തൻ്റെ പരസ്യ ജീവിതത്തിൽ 2 പ്രാവശ്യം മാത്രമാണ് മനുഷ്യാവതാരമെടുത്ത ദൈവം വിസ്മയിക്കുന്നതായി എഴുതിയിട്ടുള്ളത്. അതിലൊന്ന് തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ അവിശ്വാസം കണ്ടിട്ടാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ നാം ആ സന്ദർഭം കാണുന്നുണ്ട്. പിന്നീട് ഇവിടെ ഒരു അന്യജാതിക്കാരൻ്റെ തിരിച്ചറിവിൽ ആശ്ചര്യപ്പെടുന്ന യേശുവിനെ നാം കാണുകയാണ്. യേശു ഒട്ടും അമാന്തിക്കാതെ ആ ശ്രേഷ്ഠമായ വിശ്വാസത്തെ പുകഴ്ത്തി പറയുന്നതും നമുക്ക് കേൾക്കാം. തന്നെ അനുഗമിക്കുന്ന ജനക്കൂട്ടത്തോടായി അവൻ പറയുകയാണ്, ഇസ്രായേലിൽ യഹൂദരായ ദൈവം തിരഞ്ഞെടുത്ത പ്രത്യേക ജാതിയിൽ ഒരുവനിലും ഇതുപോലെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന്. അത്രമാത്രമേ യേശു പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ ശതാധിപനെ പറ്റി പറഞ്ഞ ആ ഒരൊറ്റ തിരുവചനം മതിയായിരുന്നു കുറച്ചകലെ മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു സാധുഭൃത്യന് തൻ്റെ ജീവൻ, തൻ്റെ ആയുസ് നീട്ടിക്കിട്ടുവാനായി. അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന അടിയുറച്ച വിശ്വാസത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ദൈവം. അങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് വളരുന്ന നാം ഓരോരുത്തർക്കും നല്ല ഉത്തമ ബോധ്യം തരുന്ന യേശു. എന്ത് ബോധ്യമാണ് അവൻ നമുക്ക് തരേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അവൻ്റെ ഇംഗിതപ്രകാരം മാത്രമാണ് നടക്കുന്നത് എന്നുള്ള ഒരു ഉൾവിളി, നമ്മുടെ ആത്മാവിൻ്റെ നമ്മോടുള്ള സംവാദം നമ്മിൽ നിറയ്ക്കുന്ന ദൈവം. ആ നല്ല തിരിച്ചറിവിന് നാം അവൻ്റെ കൃപയാൽ യോഗ്യരാകുന്ന ദിവസത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. ഇവിടെ നമുക്ക് കാണാം, റോമൻ ശതാധിപൻ്റെ സേവകൻ എന്ന് വെച്ചാൽ വെറും അടിമയായിരുന്ന ഒരു ഭൃത്യൻ. സാധാരണ അടിമകളോട് റോമൻ പട്ടാള മേധാവികൾ എടുക്കുന്ന സമീപനമല്ല ഈ ശതാധിപൻ ഇവിടെ സ്വീകരിക്കുന്നത്. അടിമകളോട് സ്നേഹമോ കാരുണ്യമോ ആരും കാണിക്കാതിരിക്കുമ്പോൾ ഇവിടെ ഈ ശതാധിപൻ തൻ്റെ ഭൃത്യനെ സ്നേഹിക്കുക മാത്രമല്ല, മരണക്കിടക്കയിൽ പോലും അവനെ കൈവിടാതെ അവന് സൗഖ്യം ലഭിക്കണം എന്ന അതിയായ ആഗ്രഹത്താൽ തൻ്റെ ജാതിയിൽപ്പെടാത്ത ഒരു അന്യജാതിക്കാരൻ്റെ അടുക്കിലേക്ക് വിശ്വാസത്തോടെ തൻ്റെ അപേക്ഷ സമർപ്പിക്കുകയാണ്. ആ ശതാധിപൻ്റെ ഭൃത്യൻ ഏതു തരം സ്വഭാവക്കാരനാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? ധാർമ്മിക ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ? പാപത്തിനടിമയാണോ? മറ്റുള്ളവരെ ബഹുമാനിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പ്രകൃതമുള്ളവനാണോ? ഇതൊന്നും നമുക്കറിയില്ല. എന്നാൽ ആ ശതാധിപൻ്റെ വിശ്വാസം വഴി, മധ്യസ്ഥത വഴി, യേശുവിനോടുള്ള അപേക്ഷ വഴി ആ ഭൃത്യന് സൗഖ്യം ലഭിക്കുകയാണ്. ഇന്ന് നാം നമ്മുടെ ചുറ്റിലും നോക്കുമ്പോൾ പാപത്തിൽ ചരിക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ദേവാലയ ശുശ്രൂഷകൾ ഉപേക്ഷിക്കുകയും പ്രാർത്ഥനയിൽ വിശ്വാസമില്ലാതിരിക്കുകയും ദൈവത്തെ പരസ്യമായി അവഹേളിക്കുകയും ചെയ്യുന്ന ചിലരെയെല്ലാം നമ്മുടെ ജീവിതത്തിലും നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കും. എന്നാൽ അവരെല്ലാം വളരെ സൗഭാഗ്യങ്ങളോടും വിജയപ്രതാപത്തോടും ജീവിതം നയിക്കുന്നതും നാം കാണുന്നുണ്ടാകാം. ഇത് കാണുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് ഇതെല്ലാം അനുവദിക്കുന്നത് എന്നും ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. എന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഒരുപക്ഷെ അവർക്കു വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും കാണും അവരുടെ പിന്നിൽ എന്ന ഒരു വലിയ സത്യം ഈ സുവിശേഷ ഭാഗം
നാം വായിക്കുമ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ചിന്തിക്കാം. തൻ്റെ അമ്മയുടെ, തൻ്റെ പിതാവിൻ്റെ, തൻ്റെ സഹോദരന്മാരുടെ ആ പ്രാർത്ഥനയായിരിക്കാം ഒരുപക്ഷെ അവരുടെ ആ കുത്തഴിഞ്ഞ ജീവിതത്തിലും അവരെ താങ്ങി നിർത്തുന്ന ദൈവകൃപ. നമുക്കും ആഗ്രഹിക്കാം നല്ലൊരു ജീവിതം നയിച്ച് കുത്തൊഴിഞ്ഞ ജീവിതത്തിലേക്ക് പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ ഭയന്ന് ദേവാലയ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ദൈവത്തെ പുകഴ്ത്തുവാനും ആരാധിക്കുവാനും സാധിക്കുന്ന, ദൈവത്തിനോട് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിക്കുന്ന, മറ്റുള്ളവർ നമുക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിക്കുന്ന ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.